പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് എണ്ണ വിൽക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണിത്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാറിൽ ഒപ്പിട്ടു. കരാറിലൂടെ പാകിസ്ഥാനും അമേരിക്കയും വമ്പിച്ച എണ്ണ ശേഖരം വികസിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെയും തീരുമാനിക്കും. ആ കമ്പനി കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും ട്രംപ് അറിയിക്കുന്നു. ഈ പ്രസ്താവനയും ഈ പ്രഖ്യാപനവും കരാറുമൊക്കെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പാകിസ്ഥാന് ലോകമറിയാത്ത എണ്ണ ശേഖരമുണ്ടോ? ട്രംപിന്റെ പ്രഖ്യാപനം പോലെയല്ല കേട്ടോ വസ്തുതകൾ. അമേരിക്കൻ ഊർജ വിഭാഗത്തിന്റെയും വേൾഡോമീറ്ററിന്റെയും കണക്കുകൾ അനുസരിച്ച് 2016 വരെ 353 മില്യൺ ബാരൽ എണ്ണ ശേഖരമാണ് പാകിസ്ഥാനുള്ളത്. മൊത്തം രാജ്യങ്ങളുടെ കണക്ക് നോക്കിയാൽ വെറും 52ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. ആഗോള എണ്ണ ശേഖരത്തിൽ 0.021% മാത്രം. നിലവിലെ അവരുടെ ഉപഭോഗം നോക്കിയാൽ ഇറക്കുമതിയില്ലാതെ വെറും 2 വർഷം മാത്രം ഉപയോഗിക്കാനുള്ള എണ്ണ ശേഖരമേ പാകിസ്ഥാന്റെ കയ്യിലുള്ളൂ. പാകിസ്ഥാന്റെ പ്രതിദിന എണ്ണ ഉൽപാദനം 88,000 ബാരലാണ്. ഉപഭോഗത്തിന്റെ എത്രയോ കുറവ്. ഏകദേശം 85% ഇറക്കുമതിയാണ്. പിന്നെ എന്തായിരിക്കും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ? അടുത്തിടെ പാകിസ്ഥാന്റെ സിന്ധു നദീതട തീരത്ത് നടത്തിയ സർവേകളിൽ ഹൈഡ്രോ കാർബൺ രൂപീകരണത്തിന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. 3 വർഷം നീണ്ട പഠനമായിരുന്നു. ഇതിൽ എണ്ണ വാതക ശേഖരത്തിന്റെ സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ചില കണക്കുകൾ വെനസ്വേലയും സൗദി അറേബ്യയും ഇറാനും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ എണ്ണ ശേഖരമായിരിക്കും ഇതെന്നും വിലയിരുത്തുന്നു. പക്ഷേ ഓർക്കണം, ഇത് പഠനം മാത്രമാണ്, സാധ്യത മാത്രമാണ്. ഇത് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഡ്രില്ലിംഗ് പോലും ഈ മേഖലയിൽ നടന്നിട്ടില്ല. എങ്കിലും ഇന്ധനത്തോടുള്ള അമേരിക്കയുടെ ആർത്തി വ്യക്തമാക്കുന്ന മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറുടെ പ്രസ്താവന നമ്മൾ ഓർക്കണം. Oil is too important a commodity to be left to the hands of Arabs.